ലിയോ 14 മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, മനോഹരമായ മനുഷ്യരാശി, പിന്നെ മാഗ്നിഫിസൻറ്റ് ഹ്യൂമാനിറ്റി, അത് ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നു. അതിന് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചാണ് ഈ ചാക്രിക ലേഖനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത് എന്നതിനെപ്പറ്റി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി മനുഷ്യരാശി ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനെപ്പറ്റി ഒരു സന്ദേഹത്തിൽ നിൽക്കുന്നു. ആ അവസ്ഥയിലാണ് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു സഭയുടെ ഒരു പഠനമാണ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. ഇപ്പം 15-ാം നൂറ്റാണ്ടിൽ ഗുട്ടൻബർഗ് ഈ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറയുന്നത്. കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയെ ഏറ്റവും അധികം രീതിയിൽ ബാധിക്കുന്ന കാര്യം. പ്രിൻറ്റിംഗ് പ്രസ് വന്നതിന് ശേഷം നമുക്കറിയാം ലോകം മാറിപ്പോയി, മൊത്തത്തിലങ്ങ് മാറിപ്പോയി. ഈ പിന്നീടുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും ഒരു അടിസ്ഥാനം ഈ പ്രിൻറ്റിംഗ് പ്രസ്സായിരുന്നു. ഇൻഫർമേഷൻ റവല്യൂഷൻ. ഈ അക്ഷരങ്ങൾ പെറുക്കി വെക്കാനും വിവരങ്ങൾ ആളുകളെ അറിയിക്കാനും വളരെ എളുപ്പമായി. അതോടുകൂടി ആളുകളെല്ലാം വായിക്കാനും അറിവ് നേടാനും തുടങ്ങി. ലോകമെങ്ങും ആ അറിവിൻ്റെ ഒരു അവസ്ഥ വന്നു, അറിവിൻ്റെ ഒരു കാലാവസ്ഥ വന്നു. അതോടുകൂടി ലോകത്ത് മാറ്റങ്ങൾ വന്നു. യൂറോപ്പിലുണ്ടായ ഈ റിനൈസാൻസ്, റിഫർമേഷൻ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പുതിയ നവീന കാലഘട്ടത്തിൻ്റെ ആ തുടക്കം കുറിച്ചത് ഈ ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സായിരുന്നു. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ പിളർപ്പുണ്ടാക്കിയതും അതുതന്നെയായിരുന്നു. ഈ ആളുകൾ ചിന്തിക്കാനും, മാർട്ടിൻ ലൂതറാണേലും ചിന്തിക്കാനും പറയാനും അവിടെ എഴുതി വെച്ചു. അവിടെ ആ ഗുട്ടൻബർഗ് കത്തീഡ്രലിൽ കുറേ പോയിൻറ്റ്സ് എഴുതി വെച്ച് അത് പെട്ടെന്നങ്ങ് സ്പ്രെഡായി. അത് ജനങ്ങൾ വായിക്കാനും അറിയാനും തുടങ്ങി. അങ്ങനെയാണ് സഭയിൽ പിളർപ്പുണ്ടാകുന്നത്. അപ്പം സഭയ്ക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം കൂടുതലുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. സഭയും സഭയുടെ വിശ്വാസങ്ങളെയും ഏത് രീതിയിലാണ് പുതിയ കാഴ്ചപ്പാടുകളൊക്കെ, പുതിയ ഇന്നോവേഷൻസൊക്കെ ബാധിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് ആന്ത്രോപിക്, അതിൻ്റെ സഹസ്ഥാപകൻ ഒലാഹ് അദ്ദേഹവും ഈ മാർപ്പാപ്പയുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ. അപ്പം ഈ ചാക്രിക ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, അത് മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായി മനുഷ്യരാശിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതാവണം. മനുഷ്യരാശിയെ നിയന്ത്രിക്കുന്ന ഒന്നാവരുത്. അതിനു പുറമെ ഇത് ഏതാനും പേരുടെ കയ്യിൽ ആണ് ഇതിരിക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂയോർക്ക് ടൈംസിൽ വായിച്ചത്, ഇന്നത്തെ ലോകത്ത് ഈ ആധുനിക ലോകത്ത് ഏതാണ്ട് 100 കോടി മനുഷ്യരുണ്ട്. പക്ഷേ ആകപ്പാടെ ഒരു 100 മനുഷ്യരെ കൊണ്ടേ ആവശ്യമുള്ളൂ. അവരാണ് പ്രധാനപ്പെട്ട ആളുകൾ. ബാക്കി നമ്മുടെയൊക്കെ ജീവിതം വെറും തിന്നാനും കുടിക്കാനുമായിട്ട് വെറും പാഴ്വാക്കാണ്. ഈ ആന്ത്രോപ്പിക്ക്, ഈ എലോൺ മസ്ക്, അതുപോലെ തന്നെ സാം ആൾട്ട്മാൻ, ഈ ഒലാഹ്, ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ആ കമ്പനികൾ കൈവശമുള്ളവർ, നമ്മുടെ സത്യാനാടെല്ലായും മൈക്രോസോഫ്റ്റിൻ്റെ, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ, സുന്ദർ പിച്ചയൊക്കെ ഗണത്തിൽപ്പെടുന്നു വെക്കാം. രാഷ്ട്രീയ നേതാക്കൾ, വെസ്റ്റേൺ വേൾഡിലെ പ്രസിഡന്റ് ട്രംപാണ് പ്രധാനം. ബാക്കിയുള്ളവർക്കൊന്നും പ്രസക്തിയില്ല. ഈ ചൈനയിൽ ഷീ ജിൻപിങ് ഉണ്ട്, റഷ്യയിൽ പുട്ടിനുണ്ട്. ഇങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. ബാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്ന കമ്പനികൾ കുറച്ച് പേര്, അവരുടെ കയ്യിലായിരിക്കും കാര്യങ്ങളെല്ലാം. അവർ പറയുന്ന പോലെ മനുഷ്യരാശി മാറുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ വരരുത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഇത് നിയന്ത്രിക്കപ്പെടണം, മനുഷ്യരുടെ കയ്യിലിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ധാർമ്മികമായി കാര്യങ്ങൾ നീക്കണം. അത് അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ ഇതിനെ നിയന്ത്രിക്കണം. ഇതിന് ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇന്നതൊക്കെ ചെയ്യാനാവൂ. അതിനു പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വിമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഞെക്കുമ്പോഴത്തേക്ക് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നൊക്കെ വന്ന് ആക്രമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ആ യന്ത്രങ്ങളെ നിയന്ത്രിക്കാനും ഡ്രോണിനെ നിയന്ത്രിക്കാനും വിമാനത്തെയും കപ്പലിനെയും ഒക്കെ നിയന്ത്രിക്കാനും കഴിയുന്നു, ആക്രമിക്കാൻ കഴിയുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയുന്നു. അപ്പോൾ അത് ഉണ്ടാകുന്നത് മനുഷ്യരാശിയെ തന്നെ തകർത്ത് കളയും. അപ്പോൾ ഇതെല്ലാം
ഒരു ധാർമ്മികതയുടെ ചട്ടക്കൂടിൽ വരണം, അതിന് അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ശക്തമായിട്ട് രംഗത്ത് വരണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ അതിനെതിരെ ന്യൂയോർക്ക് പോസ്റ്റിലൊരു ലേഖനം കാണുകയുണ്ടായി. അയാൾ പറയുന്നത് ഈ അന്താരാഷ്ട്ര സംഘടനകൾ, ഐക്യരാഷ്ട്ര സംഘടന പോലൊന്നും അതിനൊന്നും ഒരു പ്രസക്തിയില്ല, അതൊക്കെ വെറും പിന്നെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ബാബേൽ ഗോപുരം പോലെ ആയിത്തീരും ഈ എ കയറൂരി വിട്ടാൽ. അതേ ഒരവസ്ഥയിലാണ് ഈ ഐക്യരാഷ്ട്ര സഭയൊക്കെ എന്നാണ് പറയുന്നത്. അതിനൊന്നും ഒരു പ്രസക്തിയില്ല. പിന്നെ മാർപ്പാപ്പയൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ ആണ് ഇക്കാര്യത്തിലൊക്കെ സമീപിക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ്. അപ്പോൾ അവരുടെയൊക്കെ വിചാരം പ്രസിഡന്റ് ട്രംപ് എല്ലാ കാലത്തും പ്രസിഡന്റ് ആയിരിക്കും, ഈ ആശയങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ചിന്തിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. 2-2.5 വർഷം കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപ് ഇറങ്ങിപ്പോകുമെന്നും കാലാവധി തീരുമെന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നവംബർ കഴിയുമ്പോൾ തന്നെ പിന്നെ എന്തൊക്കെ മാറ്റമാണ് വരുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഈ അവസ്ഥയിൽ മനുഷ്യരാശി ഈ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും. ഇപ്പം നേരത്തെ തന്നെ പിന്നെ ഈ വത്തിക്കാൻ ഇറക്കിയ മറ്റൊരു മുൻ മാർപ്പാപ്പയാണോ അതിന് മുമ്പിലത്തെ മാർപ്പാപ്പയാണോ ഇറക്കിയൊരു ചാക്രിക ലേഖനത്തിൽ ഈ കൃത്രിമ ബീജോൽപാദനം, കൃത്രിമ സന്താനോൽപാദനം, അപ്പോൾ അങ്ങനെ കൃത്രിമമായിട്ട് കുട്ടികളെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ക്ലോൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള പല പരിപാടികളും ഇപ്പോൾ സാധ്യമാണെന്ന് പറയുന്നു ഈ നമ്മുടെ സെല്ലുകളിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്ക് കടുത്ത അസുഖം, എൻ്റെ ജനറ്റിക് രോഗമാണ്. അപ്പം വേറൊരു കുട്ടിയെ ക്ലോൺ ചെയ്തോ അല്ലെങ്കിൽ അതുപോലെ ഒരു കുട്ടിയെ സൃഷ്ടിച്ചിട്ട് ആ കുട്ടിയുടെ അവയവങ്ങളൊക്കെ ഈ കുട്ടിക്ക് കൊടുക്കത്തക്ക രീതിയിൽ മാറ്റിയാലോ, അല്ലെങ്കിൽ അവയവങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം കുറേ കുട്ടികളെ അങ്ങ് സൃഷ്ടിച്ചാലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശാസ്ത്രീയമായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ധാർമ്മികത പരിശോധിക്കണം. ഈ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇപ്പോഴുള്ള മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ശാസ്ത്രീയ നേട്ടങ്ങളെ നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് അന്ന് വത്തിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ പലരും അതിനെതിരെ പറയുന്ന ഡോക്ടർ എബ്രഹാം മറീസ് പോലും അതിനെതിരെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അനിയന്ത്രിതമായിട്ട് ശാസ്ത്രത്തെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, അത് ഇഷ്ടം പോലെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതേ രീതിയിൽ പ്രവർത്തിക്കുക, നിയന്ത്രണങ്ങളൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ പലരും പറയുന്നത് കേട്ടു. എങ്ങനെയായാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അതിനുള്ളിലുള്ളത്. അല്ലാതെ അത് എന്തെങ്കിലും സ്വന്തമായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അറിവ് നേടുകയോ ധാർമ്മികത പരിശീലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളോ ഒന്നും അത് കണക്കാക്കുന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് അതിനെ ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കാം, മനുഷ്യർക്ക് മുഴുവൻ ദ്രോഹകരമാകാം. അങ്ങനെയുള്ള ഒരവസ്ഥ വരും. അത് വരരുത്. ഇതിനെ നമുക്കെല്ലാം ഉപകരിക്കത്തക്ക രീതിയിലേക്ക് മാറ്റണം എന്നാണ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ ഒരു സാരം. പക്ഷേ അതിൽ ഒരുപാട് 133 പേജും 42,000 വാക്കുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയധികം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയധികം പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എളുപ്പമുള്ള കാര്യമല്ല താനും. എന്തായാലും എല്ലാ മനുഷ്യരാശിക്കും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിയുന്നവർ താല്പര്യമുള്ളവർ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കുറഞ്ഞ വർഷം അതിനെപ്പറ്റിയുള്ള ചില പഠനങ്ങളെങ്കിലും ചില ലേഖനങ്ങളെങ്കിലും വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ.